ജൻ ലോക്പാൽ ബില്ലിന് വേണ്ടിയുള്ള അണ്ണാ ഹസാരെയുടെ സമരത്തിനൊപ്പം ചേർന്നാണ് ഒരിടവേളയ്ക്ക് ശേഷം കിരൺ ബേദി മുഖ്യധാരയിൽ സജീവമായത്. UPA സർക്കാർ കൊണ്ടുവന്ന ലോക്പാൽ പര്യാപ്തമല്ലെന്നും ജൻ ലോക്പാൽ ബിൽ വേണമെന്നുമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ കിരൺ ബേദി കൈക്കൊണ്ടിരുന്ന നിലപാട്. എന്നാൽ ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം റിപ്പോർട്ടറോട് സംസാരിച്ചപ്പോൾ ജൻ ലോക്പാൽ ബില്ലിന് മേലുള്ള നിലപാട് കിരൺ ബേദി മയപ്പെടുത്തി. നിലവിലെ ബില്ല് പര്യാപ്തമാണെന്നാണ് കിരൺ ബേദിയുടെ പുതിയ നിലപാട്. We already have the Lokpal. Once it's formed, we all benefit. It's a matter of time. ജൻ ലോക്പാൽ ബിൽ എന്ന അണ്ണാ ഹസാരെയുടെ സമരത്തോട് BJP അനുകൂലമായിരുന്നില്ല. ഇതായിരിക്കാം നിലപാട് മാറ്റാൻ പ്രേരിപ്പിച്ചതെന്ന് വിലയിരുത്തപ്പെടുന്നു. അതേസമയം ദില്ലിയിലെ ജനങ്ങൾ ശക്തമായ ഭരണത്തിന് വേണ്ടി നിലകൊള്ളുമെന്നും ഇത് BJPക്ക് ഗുണം ചെയ്യുമെന്നും കിരൺ ബേദി പറഞ്ഞു. They've got to choose between strong or weak government, good governance, or they've got to choose between a learner license and an experienced driver. I think they have a choice. അരവിന്ദ് കെജ്രിവാളിനെ വെല്ലുവിളിച്ച് കൂടുതൽ റോഡ് ഷോകൾ സംഘടിപ്പിക്കാനാണ് കിരൺ ബേദിയുടെ തീരുമാനം. കിരൺ ബേദി തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. പാർട്ടിയിൽ ഇപ്പോൾ ഉള്ളെടുത്തിരിക്കുന്ന പ്രശ്നങ്ങളൊന്നും തന്നെ തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കില്ലെന്നാണ് കിരൺ ബേദിയുടെ നിലപാട്. ക്യാമറമാൻ മണി എസ് അടൂരിനൊപ്പം ER രാഗേഷ്, റിപ്പോർട്ടർ, ദില്ലി.